അഗ്രഹാരവീഥിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും. 3 ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കും. തേരിലേറിയ ദേവതകളെ കണ്ടു തൊഴാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത്. കൽപ്പാത്തിയിൽ നിന്ന് വിപിൻ സി വിജയൻ. പഴയ കൽപ്പാത്തി ക്ഷേത്രത്തിൽ നിന്ന് രഥങ്ങൾ വരുന്നതിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധികളുണ്ടാകും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന്. ആദ്യം പോകുന്നത് കൽപ്പാത്തിയിലേക്ക് വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഇപ്പോൾ കഴിഞ്ഞ എത്രയോ ദിവസമായി ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ അവസാന ദിവസമാണ്. പാലക്കാട്ടുകാർ കാത്തിരുന്ന ദിവസമാണ്. ദേവരഥം അത് ഉരുളുന്നതിൻ്റെ ആ തുടക്കത്തിലേക്ക് കടക്കുകയാണ്. വിവരങ്ങൾ. അതെ അനുജ, ഒരു വലിയ ഒരു ജനക്കൂട്ടം, നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പാലക്കാട്ട് നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൽപ്പാത്തിയിലേക്കുള്ള ഒരു ഒഴുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിരാവിലെ തുടങ്ങുന്ന ഒരു ഒഴുക്കാണ്. ഒരു 6 മണി മുതൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. ഇപ്പോൾ നല്ല വെയിലായിരുന്നു കഴിഞ്ഞ കുറേ സമയമായി കൽപ്പാത്തിയിൽ. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഈ രഥസംഗമത്തിൽ പങ്കെടുക്കാനും ഒപ്പം തന്നെ പ്രയാണത്തിൽ രഥം വലിക്കുന്നതിനും ഒക്കെയായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയാണ്. ഇതാണ് കുണ്ടമ്പലം എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമുള്ളത്. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് 2 ദിവസം മുൻപ്, അതായത് 1-ാം തേരിൻ്റെ അന്ന് ആദ്യം രഥം പുറപ്പെടുന്നത്. 3 രഥങ്ങളാണ് അന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ശിവപാർവതിമാരുടെ രഥം, 2ാമത്തേത് ഗണപതി രഥം, 3ാമത്തേത് സുബ്രഹ്മണ്യ രഥം. ഇങ്ങനെ 3 രഥങ്ങളാണ് അന്ന് പുറപ്പെട്ടുള്ളത്. അത് ഈ അഗ്രഹാരം മുഴുവൻ ചുറ്റി ഇന്ന് ഇവിടേക്ക് വീണ്ടും എത്തിച്ചേരും. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് തേരുമുട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്താണ് എല്ലാ രഥങ്ങളും സംഗമിക്കുകയും ചെയ്യുക. നമ്മൾ ഈ കാണുന്നതാണ് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ രഥം. തേരിന്റെ 2ാമത്തെ ദിനം രഥാരോഹണം നടന്നിട്ടുള്ള രഥമാണിത്. ഇതിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പാത്തിയുടെ ഈ പ്രധാനപ്പെട്ട തേരുമുട്ടിയുടെ ഭാഗത്താണ്. അപ്പോൾ ഈ തേര് വരുന്ന സമയത്ത് മറ്റു തേരുകളെല്ലാം തന്നെ രഥസംഗമത്തിന്റെ സമയത്ത് ഈ തേര് ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോവുകയും കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകും. അതായത് അപ്പോൾ ഈ തേര് സംഗമത്തിൽ ഇല്ലാത്ത ഒരു രഥം കൂടിയാണിത്. ഇത് അടുത്തുള്ള മന്തക്കര മഹാഗണപതി ക്ഷേത്രവുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ആ തേരിന്റെ പ്രയാണം ആരംഭിക്കുകയും ചെയ്യും. മറ്റ് രണ്ട് രഥങ്ങൾ ഇന്നാണ് രഥാരോഹണം കഴിഞ്ഞത്. അത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുള്ളത് പഴയ കൽപ്പാത്തി കൃഷ്ണക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ക്ഷേത്രത്തിലെയുമാണ്. അതായത് ഗണപതി ക്ഷേത്രത്തിലെയും 2 രഥങ്ങളാണ് ഉള്ളത്. ആ 2 രഥങ്ങളുടെയും രഥപ്രയാണം ഇന്ന് രാവിലെയാണ് നടന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഒരു പ്രയാണം കൂടി ആരംഭിക്കുകയും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. അവർ ചേരുകയാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോട്ടയം ചങ്ങനാശ്ശേരി ഞങ്ങൾ കൽപ്പാത്തിയുടെ പരിപാടി കാണാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഇപ്പോൾ പാലക്കാട് സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. ഇതിനായിട്ട് വന്നതാണ്. ആദ്യമായിട്ടാണോ കൽപ്പാത്തിയിലേക്ക്? ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് കൽപ്പാത്തി കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളാണ്, ഫാമിലി സുഹൃത്തുക്കളുണ്ട്. കേട്ടറിഞ്ഞ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. കണ്ടറിയാൻ വേണ്ടി വന്നതാണ് ഈ പ്രാവശ്യം. ഇന്നലെ വന്നതാണല്ലോ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ വന്നായിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്നിപ്പം രഥമുണ്ട്, അതുകൂടെ കണ്ടിട്ട് ഈവനിങ് മടങ്ങാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോക പ്രസിദ്ധമായിട്ടുള്ള രഥസംഗമം. കണ്ടിട്ടേ മടങ്ങുള്ളൂ. ഞങ്ങളെല്ലാരും ഒന്ന് ചെയ്ത് അടിപൊളിയാണ്. അതെ അടിപൊളിയാണ്. ആദ്യത്തെ അനുഭവമാണ്. നല്ല കുറെ കാലമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ കൽപ്പാത്തിയിൽ വരണമെന്നും? ഉള്ളൂ, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ അനുജ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്ഥാനാർത്ഥികളുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വരികയും പലപ്പോഴായി കൽപ്പാത്തി സന്ദർശിച്ച് മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ പ്രചാരണത്തിനൊക്കെ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ കൂടി കൽപ്പാത്തിയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഒരു ആവേശവും തിരക്ക് കൂടി കൽപ്പാത്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള രഥസംഗമം നടക്കും. അതിനുള്ള ആകാംക്ഷയാണ്. അപ്പോൾ തേര് വലിക്കുക, ഒപ്പം തന്നെ ആ കാഴ്ച കാണുക എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചിട്ട് വലിയ ഒരു ഐശ്വര്യമായിട്ടും വളരെ പ്രധാനമായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ആ സമയമാകുമ്പോഴേക്കും ഒരു തിരക്കുണ്ടാകും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അനുജ. വിപിൻ, ഇതിപ്പോൾ 4 ക്ഷേത്രങ്ങളിൽ നിന്ന്, പ്രധാനമായി 4 ക്ഷേത്രങ്ങളിൽ നിന്ന് 6 രഥങ്ങൾ എന്നുള്ളതാണല്ലോ. ഈ ചടങ്ങ് എങ്ങനെയാണ്?
അതെ, 6 രഥങ്ങളാണ് രഥപ്രയാണത്തിലുള്ളത്. അപ്പോൾ ഈ തേരുമുട്ടി ഈ പ്രദേശത്തേക്ക് തേരുകൾ എത്തുമ്പോൾ 5 രഥങ്ങൾ സംഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ ഒരു രഥം അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പൂജാ വിധികൾക്ക് ശേഷം, പൂജകൾ കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് എടുത്തു തുടങ്ങും. ഇതെടുത്തതിന് ശേഷമായിരിക്കും മറ്റ് 5 രഥങ്ങൾ കൂടി നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുക. ഇതാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിലെ ശിവപാർവതിമാരുടെ രഥമാണ് ഏറ്റവും വലിയ രഥമുള്ളത്. അതുമാത്രമാണ് ഒരു ആനയുടെ ഒരു ഉന്തോടുകൂടി രഥം മുന്നോട്ടേക്ക് പോകുന്നതും ഉള്ളത്. അപ്പോൾ ഏറ്റവും വലിയ രഥമടക്കമുള്ളവ പിന്നീട് 5 രഥങ്ങൾ ഇവിടേക്ക് കൂട്ടിമുട്ടുന്നു, ഇവിടെ വരുന്നു, അവർ എല്ലാവരും തന്നെ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുള്ളത്. അപ്പോൾ ഇന്ന് 2 രഥങ്ങളുടെ ഒരു രഥാരോഹണമാണ് നടന്നത്. ആ 2 ഒന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ വിശാലാക്ഷി ക്ഷേത്രത്തിലെ, അത് പഴയ കൽപ്പാത്തിയിലുള്ള ഒരു ക്ഷേത്രമാണ്, അതാണ് ഒന്നാമതുണ്ടായിരുന്നത്. മറ്റൊന്നുള്ളത് പ്രസന്ന ഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥമാണ്. ഈ 2 രഥങ്ങൾ രാവിലെ കുറച്ചു നേരം തേര് ഉരുണ്ടിരുന്നു. ഇനി അതിനുശേഷം ഇപ്പോൾ വൈകിട്ടോട് കൂടിയാണ് രഥപ്രയാണം വീണ്ടും ആരംഭിക്കുക. അങ്ങനെ 5 രഥങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു, അവർ മുഖാമുഖം കാണുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. ആ സമയത്ത് തന്നെ ഈ തേര് വലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇത് പാലക്കാടിനെ സംബന്ധിച്ച് മാത്രമല്ല, പാലക്കാടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം, അതിനപ്പുറം ആളുകൾ അത്രത്തോളം എത്തുന്ന ഒരു പ്രദേശം എന്നുള്ളത് കൂടി എടുത്തു പറയണം. ഏട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ കിഴക്കഞ്ചേരി ആലത്തൂരാണ്. ആലത്തൂർ. പിന്നെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ സമയത്ത് ഈ നാല് തേരും കൂടി ഇവിടെ വന്ന് സംഗമിക്കുന്ന ആ സംഗമം നമ്മുടെ പാലക്കാട് എന്നല്ല, കേരളത്തിൽ അവിടെ ഇല്ലാത്തൊരു സംഗമമാണ്. അതുകൊണ്ടാണ് ഈ തേര് കാണാൻ, കൽപ്പാത്തി തേര് പറഞ്ഞ നമ്മുടെ പരിസരത്തിലെ അഗ്രഹാരങ്ങളൊക്കെ നിറയുണ്ട്. കിഴക്കഞ്ചേരി ഉണ്ട്, കരിമശ്ശേരി ഉണ്ട്, ഒരുപാട് അഗ്രഹാരങ്ങളുണ്ട്. പക്ഷേ ഈ സംഗമം ഉള്ള ഒരു രഥോത്സവം പറയുന്നത് കൽപ്പാത്തി മാത്രമാണ്. ആ കൽപ്പാത്തിയിലെ രഥോത്സവം കാണാൻ നമ്മുടെ കേരളത്തിലെ അറിയുന്ന എല്ലാ മനുഷ്യന്മാരും അവരുണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് കൽപ്പാത്തിയുടെ മഹിമ എന്നുള്ളതാണ് ഈ പറയാൻ. അതെ അനുജ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മ എവിടുന്നാ? തിരൂരിന്ന് വന്നാണ്. കൽപ്പാത്തി രഥോത്സവം കാണാനായിട്ട് വന്നാണോ? കാണാനായിട്ട് വന്നാ. ഇതുവരെ കണ്ടിട്ടില്ല? ആദ്യമായിട്ട് കാണാ. സന്തോഷായോ? ഓ, സന്തോഷായി. ഇതുവരെ കാണാൻ പറ്റാത്തോണ്ട് സന്തോഷായി. ഇത് കണ്ടതുകൊണ്ട് വലിയ ആഗ്രഹമായിരുന്നു. വലിയ ആഗ്രഹമായിരുന്നു. ഇത് മോനും മോരോനാ. അവരെ കൊണ്ടുവന്നത്. അവരെ കൊണ്ടുവന്നത്. ഇത് തേരുമുട്ടിയിൽ ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഈ രഥസംഗമം നടക്കും. അതുകൂടി കണ്ടിട്ടല്ലേ മടങ്ങും? അങ്ങനെ ആഗ്രഹമുണ്ട്, കണ്ടു പോണെന്ന്. നല്ല വെയിലാണല്ലേ? നല്ല വെയിലാ. ഇന്നലെ വൈകിട്ടൊരു മഴ പെയ്തിരുന്നു, അതിലൊരു ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ ഈ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അതൊരു ഒരുമയുടെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ്. കാരണം ഈ കൽപ്പാത്തിയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിൽ അവരുടെ മക്കളുടെ അടുത്തേക്കൊക്കെ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ വീടുകൾ പൂട്ടിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു ഉത്സവം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ വീടുകളിലേക്ക് തിരിച്ചു വരുന്നവരുണ്ട്, മറ്റ് ജോലി സംബന്ധമായി പുറത്തേക്ക് പോയവരുണ്ട്. അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തെ കാണുന്നത്. ഇപ്രാവശ്യം അത് എടുത്തു പറയാൻ കാരണം തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ വോട്ടുറപ്പിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതിലൊരു കണ്ണുവെക്കുന്നുണ്ട്. കാരണം അങ്ങനെ പുറമേ ഉള്ളവരൊക്കെ ജോലിയൊക്കെ ആയി പുറത്തേക്ക് പോയവർക്കൊക്കെ വോട്ട് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20-ാം തീയതി കഴിഞ്ഞിട്ടേ മടങ്ങാവൂ എന്നുള്ളൊരു സൂചന കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാൻവാൻസിങ്ങും മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുമയുടെ ഒരു ഉത്സവമായി നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പല രീതിയിലുള്ള വിവാദങ്ങളും പോർവിളികളൊക്കെ പുറത്തുണ്ടെങ്കിലും തേര് വലിക്കാൻ 3 സ്ഥാനാർത്ഥികളും എത്തി, രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ നേതാക്കളും എത്തി. അവിടെ നമുക്ക് മറ്റ് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൽപ്പാത്തിയിൽ ഒരുമിക്കുന്നു എന്നുള്ളത് കൂടി പാലക്കാടിന്റെ ഒരു ചിത്രമാണ്. അത് ഈ കൽപ്പാത്തി മാത്രം നൽകുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രദേശത്തേക്ക് കൽപ്പാത്തി പുഴ കാണാം. അതുപോലെ തന്നെ ഈ അഗ്രഹാര വീഥികളുടെ ഒരു സൗന്ദര്യം പൊതുവേ ഉണ്ട്. നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു പൈതൃക ഗ്രാമമായി ഇത് നിലനിർത്തിയിരിക്കുന്നത് തന്നെ ആ ഒരു ഭംഗി. പാലക്കാടിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത്. പാലക്കാട്ടുകാർ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഉത്സവം. അത് ഇന്നിപ്പോൾ ദേവരഥ സംഗമത്തോടെ ഇത് കൽപ്പാത്തി രഥോത്സവം സമാപിക്കുകയാണ്. അല്പസമയത്തിനകം ദേവരഥ സംഗമത്തിന്റെ സംഗമ ചടങ്ങ് നടക്കും. അത് വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ സംഗമം നടക്കുന്നത്. ആകെ 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ അത് അങ്ങോട്ടേക്ക് എത്തി സംഗമിക്കുന്നു. 6 രഥങ്ങളാണുള്ളത്. അതിൽ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ അത് ശിവനും പാർവതിയും എന്നാണ് അവരുടെ രഥം. കൂടാതെ മുരുകൻ, ഗണപതി, കൂടാതെ മറ്റ് രഥങ്ങൾ കൂടിയുണ്ട്. ഈ രഥങ്ങളെല്ലാം കൂടി സംഗമിക്കുന്ന ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന ദേവരഥ സംഗമം അല്പസമയത്തിനകം കൽപ്പാത്തിയിൽ നടക്കും.